ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. ഇംഗ്ലണ്ടിൻ്റെ മണ്ണിൽ ചരിത്രം വീണ്ടും എഴുതി ഇന്ത്യ. ഓവലിലെ 5ാമത്തെ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ 6 റൺസിൻ്റെ കനത്ത ജയം ഇന്ത്യ സ്വന്തമാക്കി. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ രസതന്ത്രം പുനർജനിച്ച പോലെ 4ാം ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് വിജയത്തിന് വെറും 35 റൺസ് മാത്രം വേണമായിരുന്നു. 4 വിക്കറ്റുകൾ ബാക്കിയുണ്ടായിരുന്നു. ജയം അവരുടെ കയ്യിലാണ് എല്ലാവരും കരുതി. പക്ഷേ ശുഭ്മാൻ ഗിൽ എന്ന യുവ ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ബോളർമാരെ അമ്പരപ്പിക്കുന്ന തിരിച്ചുവരവ് നടത്തി. മുഹമ്മദ് സിറാജിൻ്റെ വണ്ടർ സ്പെല്ലും പ്രസിദ്ധ് കൃഷ്ണയുടെ ത്രില്ലർ ബ്രേക്ക് ത്രൂവും, ഓരോ പന്തും ഓരോ സിനിമ ക്ലൈമാക്സ് പോലെ. ഒടുവിൽ അവസാന വിക്കറ്റ് സിറാജിൻ്റെ പന്ത് സ്റ്റംപ് പറത്തിക്കൊണ്ട് ഇംഗ്ലണ്ടിൻ്റെ അവസാന പ്രതീക്ഷയും അന്ത്യമാക്കി. ആരാധകർക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു ടെസ്റ്റ് ടീം, ഒരു സമരം. 6 റൺസിന് വിജയിച്ച് ഇന്ത്യ സീരീസ് സമനിലയിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. 2-2. ടെസ്റ്റിലെ ഫസ്റ്റ് ഇന്നിങ്സിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 224 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. കരുൺ നായർ 57 റൺസും സായ് സുദർശൻ 38 റൺസും ശുഭ്മാൻ ഗിൽ 21 റൺസും എടുത്ത് ഇന്ത്യയെ 224 റൺസിലെത്തിച്ചു. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ട് 247 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ബെൻ ഡക്കറ്റും ക്രൗലിയും ഹാരി ബ്രൂക്കും അവരുടെ ഇന്നിങ്സിന് അടിത്തറ പാകി. മുഹമ്മദ് സിറാജിന് 4 വിക്കറ്റും ആകാശ് ദീപിന് 1 വിക്കറ്റും പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് 4 വിക്കറ്റും വീഴ്ത്തി ഇംഗ്ലണ്ടിനെ വരിഞ്ഞു മുറുക്കി. 2ാം ഇന്നിങ്സിൽ ഇന്ത്യ ബാറ്റ് ചെയ്യാനെത്തുമ്പോൾ ഇംഗ്ലണ്ടിന് 23 റൺസിന്റെ ലീഡാണ് ഉണ്ടായിരുന്നത്. സെക്കൻഡ് ഇന്നിങ്സ് ഇന്ത്യ നേടിയത് ടോട്ടൽ 396 റൺസ്. ടാർജറ്റായിട്ട് ഇംഗ്ലണ്ടിന് വേണ്ടിയിരുന്നത് 374 റൺസും. ഇതിലെ ഇന്ത്യയെ 396 എത്തിക്കാൻ സഹായമായത് ജയ്സ്വാളിന്റെ ഒരു കിഡിലൻ സെഞ്ചുറിയും നൈറ്റ് വാച്ച്മാനായി വന്ന ആകാശ് ദീപിന്റെ 66 റൺസിന്റെ പിൻബലവും ജഡേജയുടെയും വാഷിംഗ്ടൺ സുന്ദറിൻ്റെയും പിൻബലത്തോടുകൂടി ഇന്ത്യ 396 റൺസ് നേടി. 374 റൺസിന്റെ ടാർഗറ്റുമായി കളത്തിലിറങ്ങിയ ഇംഗ്ലണ്ട് റൂട്ടിന്റെയും ബ്രൂക്കിന്റെയും അതിമനോഹരമായ സെഞ്ചുറിയുടെ പിൻബലത്തിൽ ഇംഗ്ലണ്ട് മുന്നേറുമ്പോൾ ഇന്ത്യയുടെ ജയസ്വപ്നങ്ങളെല്ലാം വിഫലമായിട്ടുണ്ടായിരുന്നു. 4ാം ദിവസം ഇംഗ്ലണ്ട് 106-3 എന്ന സവിശേഷ പാറ്റേണിൽ പിന്തുടർന്നു. ഹാരി ബ്രൂക്കിന്റെയും ജോ റൂട്ടിന്റെയും 195 റൺസ് കൂട്ടുകെട്ട് ഇംഗ്ലണ്ടിനെ തുടങ്ങിയ ദിവസം പിടിച്ചു നിൽക്കാൻ സഹായിച്ചു. 339-6 എന്ന നിലയിൽ 4ാം ദിവസം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ടിന് ജയം 35 റൺസ് അകലെയായിരുന്നു. ഇംഗ്ലണ്ട് ആരാധകർ ഏറെ ആവേശത്തിലായിരുന്നു. ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് 35 റൺസ് മാത്രമാണ്. 4 വിക്കറ്റ് പോക്കറ്റിലുണ്ടായിരുന്നു. പിന്നീട് ഡേ 5-ൽ ഇന്ത്യ അമ്പരപ്പിക്കുന്ന തിരിച്ചുവരവാണ് നടത്തിയത്. 5ാം ദിനത്തിൽ കളി തുടങ്ങുമ്പോൾ സ്മിത്തിന്റെ വിക്കറ്റ് എടുത്ത് മുഹമ്മദ് സിറാജ് അവരുടെ അന്ത്യയാത്രയ്ക്ക് തുടക്കം കുറിച്ചു. വരാനിരിക്കുന്ന വലിയ പേമാരിക്ക് മുമ്പുള്ള ഒരു ചെറിയ ഇടിമിന്നൽ. പിന്നീട് 9 റൺസ് മാത്രമെടുത്ത ഓവർ 10 LBWയിൽ കുടുക്കി മുഹമ്മദ് സിറാജ്. ജോഷ് ടങ്ങിന്റെ വിക്കറ്റ് തെറിപ്പിച്ച് പ്രസിദ്ധ് കൃഷ്ണ ജയത്തിനുള്ള ആക്കം കൂട്ടി. ഇന്ത്യക്കാർ ഏറെ ആവേശത്തിലായ നിമിഷം പിന്നീട് വന്നത് വോക്സ് ആയിരുന്നു. ഇഞ്ചുറിയിലായിരുന്ന ക്രിസ് വോക്സ് അരയിൽ സ്ലിംഗ് കെട്ടിവെച്ച് ഇടത്തേയുള്ള വശവും ഉപയോഗിച്ച് ബാറ്റ് ചെയ്യാനെത്തി. പക്ഷേ ഗസ് ആങ്കിസന്റെ വിക്കറ്റ് തെറിപ്പിച്ച് മുഹമ്മദ് സിറാജ് ഇന്ത്യയുടെ ജയം ഉറപ്പാക്കി. എന്നെന്നും ടീമിന്റെ കൂടെ ചേർത്ത് നിർത്തേണ്ട മുതലാണ് സിറാജ്. ബുംറ കളിക്കാനില്ലാത്ത ഈ സീസണിലെ 2ാമത്തെ ടെസ്റ്റിലും 5 വിക്കറ്റ്. എല്ലാ ടെസ്റ്റുകളും 5 ദിവസങ്ങൾ നീണ്ട ഈ സീരീസിൽ വിശ്രമമില്ലാതെ എറിഞ്ഞ 1000-ഓളം പന്തുകൾ. ഒടുവിൽ ഇംഗ്ലണ്ടിന് ജയിക്കാൻ 4 വിക്കറ്റ് ശേഷിക്കെ 35 റൺസ് വേണമെന്ന നിലയിൽ ഇന്ത്യയെ ജയിപ്പിച്ച സിറാജിന്റെ പ്രകടനം ഈ സീരീസിനെ കാവ്യാത്മകമായി അവസാനിപ്പിച്ചിരിക്കുന്നു. ഒരിക്കലും വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യത്തിന്റെ അവസാന വാക്ക് മുഹമ്മദ് സിറാജ്. ഈ ടെസ്റ്റ് സീരീസിൽ പോരാളികളാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. ഇഞ്ചുറി വകവയ്ക്കാതെ കനത്ത ധൈര്യത്തോടെ പോരാടുവാൻ മണ്ണിലേക്ക് ഇറങ്ങി വന്ന പോരാളികൾ. ഋഷഭ് പന്തും ഇപ്പോൾ ക്രിസ് വോക്സും. ഒരു കാലത്ത് ചെണ്ടയെന്ന് മുദ്ര കുത്തപ്പെട്ടവനായിരുന്നു സിറാജ്. അന്ന് സിറാജിൽ വിശ്വാസമർപ്പിച്ച് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച അന്നത്തെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയോടും ഈ അവസരത്തിൽ നമുക്ക് നന്ദി പറയാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.